റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വധിക്കാൻ പ്രതികൾ തയ്യാറാക്കിയത് കൃത്യമായ ആസൂത്രണം. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ 7-ാം തീയതി തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തു. സ്റ്റേഷന് പുറത്ത് പലയിടത്തായി നിലയുറപ്പിച്ച പ്രതികൾ ആദ്യ അവസരത്തിൽ തന്നെ അരുംകൊല നടത്തുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ പ്രതികളെ സഹായിച്ച 2 പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രതികൾ സഞ്ചരിച്ച ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം അലുവ അതുൽ കൊടും ക്രൂരനാണെന്ന് കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ അമ്മ ഓമന പറഞ്ഞു. അറിഞ്ഞ് ടി വിക്കകത്ത് കണ്ടായിരുന്നു. ഒരു വർഷം 27-ാം തീയതി ഒരു വർഷമാവുന്നു. ഇത് ആണ്ട് നടത്തണം. അതിനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. തോന്നിയെന്തോ എൻ്റെ മോനെ ചെയ്തതെല്ലാം ഓർത്തും കൊണ്ട് നമ്മൾ സങ്കടപ്പെടുക. അല്ലാതെ നമ്മളെന്തുവാ. അവൻ തീർന്നത് എൻ്റെ മോൻ്റെ അടുത്ത് വന്ന് നിന്ന് തൊഴുത് ഞാൻ കരഞ്ഞു. എൻ്റെ മോനെ എന്തുവാ ഇതിനകത്തിട്ട് ചെയ്തത്. ഇത്രയുള്ള പിച്ചാത്തി ഉണ്ടല്ലോ പിടി. അതുകൊണ്ട് ഈ പടിക്കിരുന്ന് എൻ്റെ കുഞ്ഞിനെ എന്തുവാ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അവിടെ നിൽക്കുക. ഉണ്ടല്ലോ പൊട്ടിക്കുന്ന അത് 2 എണ്ണം ചുടുക്കിനിരുന്നു. അവൻ പറഞ്ഞു പൊട്ടിയിടാന്ന് പറഞ്ഞു മുറ്റത്ത് നിന്നവന്. അന്നേരം എടുത്ത് ഇങ്ങനെ കടിക്കുക ഏതാണ്ട് കഴിക്കുന്നതുകൊണ്ട് എറിഞ്ഞ് അങ്ങനെ ഈ വീട്ടിനകത്തുള്ള സാധനങ്ങൾ മൊത്തം നശിച്ചതും ഇതിനകം കിടപ്പൊന്ന് കാണാണ്ടായിരുന്നു. അയ്യോ ശിക്ഷയോ ദൈവമേ. ഇതുപോലെ ഒരു തള്ളമാർക്കും ഇതേപോലെ ഒരു രംഗം കാണേണ്ടി വന്നിട്ടില്ല. വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. പക്ഷേ ഈ ക്രൂരകൃത്യം എല്ലാവരും കാണുന്ന രീതിയിൽ ആ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല പട്ടാപ്പകൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ തന്നെ നടു റോട്ടിൽ തന്നെ നടന്നിരിക്കുന്ന കൊലപാതകമാണ്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ജിം സന്തോഷിന്റെ അമ്മയുടെ പ്രതികരണമാണല്ലോ നമ്മൾ കണ്ടത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് 10 പ്രതികളെയാണ് ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് പോലീസ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. അവരുടെ വാർത്താ സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതികൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചു. ആദ്യ ഈ സ്റ്റേഷനിൽ വന്ന് അതിൽ ഒപ്പിടേണ്ട ആദ്യ ശനിയാഴ്ച തന്നെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ അതുൽ 10:30 സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ പ്രതികൾ സ്റ്റേഷന് പുറത്തു വരികയും അതുൽ ഇറങ്ങുന്നത് കാത്ത് 3 സംഘങ്ങളായി തിരിഞ്ഞു നിന്നു. പിന്നീട് അതുൽ സ്റ്റേഷന് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് സ്റ്റേഷന് അപ്പുറത്ത് വെച്ച് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയത്. ഇന്നലെ തന്നെ കൊല്ലം നഗരത്തിൽ വെച്ച് 4 പ്രതികളെയും പിന്നീട് കോട്ടയത്ത് വെച്ച് 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് സഹായിച്ച 2 പേരെയാണ് ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ 10 പ്രതികളാണുള്ളത്. ഇന്നലെ രാത്രി റേഞ്ച് DIG ഉൾപ്പെടെ കൊല്ലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അന്വേഷണ പുരോഗതി വിലയിരുത്തിയത്. ഹേമലത IPS പുലർച്ചെ 4 മണി വരെ ചവറ പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, കൊല്ലം ACPമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് സംയോജിച്ച് ഇടപെട്ടു. അവരുടെ ടീമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്ക് പുറത്തുൾപ്പെടെ പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയത്. ഇന്നലെ കരുനാഗപ്പള്ളി ACPയുടെ ചുമതല ഉണ്ടായിരുന്ന കൊല്ലം ACP രാജേഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ നടത്തിയൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതികളെ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യുന്നതിൽ ആദ്യ പ്രതിയെ പിടികൂടുന്നത് കൊല്ലം ACP ആയ രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആദ്യ പ്രതിയിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ കാര്യങ്ങളും അദ്ദേഹമാണ്. ഇന്നലെ കരുനാഗപ്പള്ളിയുടെ ചാർജ് ഉണ്ടായതിനാൽ തന്നെ കാര്യങ്ങൾ നീക്കിയത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ക്രെഡിറ്റാണ്. ഈ അക്രമം നടന്ന് 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ പ്രതികളെയും കൂട്ടാനായി എന്നത് പോലീസ് വീഴ്ചകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ പോലീസിനെ സംബന്ധിച്ച് ക്രെഡിറ്റാണ്. എന്തായാലും കൂടുതൽ പ്രതികൾ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ജിം സന്തോഷിന്റെ അമ്മ റിപ്പോർട്ടർ TVയോട് ഈ വിഷയം പ്രതികരിച്ചത്. തൻ്റെ മകൻ മരണപ്പെട്ട വേദന അവർ പങ്കുവച്ചു. ഒപ്പം തന്നെ ഇന്നലെ ചാനലുകളിലൂടെയാണ് തൻ്റെ മകനെ കൊന്ന അതുൽ കൊല്ലപ്പെട്ട കാര്യം അറിയുന്നതെന്നും അവർ പറയുന്നു. അവർക്ക് വലിയ വേദനയുണ്ട്. പക്ഷേ അപ്പോൾ ആ മരണത്തിലും അവർക്ക് മറ്റൊരു തലത്തിൽ അവർ തൻ്റെ മകൻ മരണപ്പെട്ടതിൽ അവർ ഈ കൊലയാളികളുടെ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നന്ദി പറയുന്ന തരത്തിലൊക്കെ സംസാരിച്ചു. കാരണം അത് ആ മകനെ തീർത്ത ആളുകളുള്ള ആ ഒരു ഇതാണ് വൈകാരികം.